വീട്ടിൽ ഒത്തിരി പേരുണ്ട്. എന്റെ കാര്യം ഡോക്ടർക്ക് അറിയില്ലല്ലോ. പെര നിറഞ്ഞു നിൽക്കുന്ന ഒരു പെങ്ങൾ, വയറ് നിറഞ്ഞു നിൽക്കുന്ന മറ്റൊരു പെങ്ങൾ, അയലൊക്കത്തെ ശങ്കരൻ ചേട്ടൻ കയറി പിടിച്ച അമ്മ, പിന്നെ വളരെ ചെറുപ്പത്തിലെ തളർവാദം പിടിച്ചു കിടക്കുന്ന അച്ഛൻ. ഈ അച്ഛൻ വളരെ ചെറുപ്പത്തിൽ തളർവാദം പിടിച്ചെന്ന് പറയുമ്പോ താനെങ്ങനെ? അതിന് അച്ഛൻ തന്നെ വേണമെന്നില്ലല്ലോ. ഈ ഡോക്ടറുടെ ഒരു കാര്യം ഇതാ കുഴപ്പം. അതാണ് ഇപ്പൊ തന്റെ പ്രശ്നമല്ല. ഇപ്പൊ എന്താ തന്റെ പ്രശ്നം? ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. അല്ല, കല്യാണം കഴിക്കാത്തൊരു പ്രശ്നമല്ലല്ലോ, നമുക്ക് സമയമാകുമ്പോ നടക്കും. അതല്ല ഡോക്ടർ, എനിക്ക് കല്യാണം കഴിക്കാത്തതിന് 1-2 പ്രോബ്ലംസ് ഉണ്ട്. എന്റെ 1-2 സുഹൃത്തുക്കൾ കല്യാണം കഴിച്ചത് ആകെ കുഴപ്പത്തിലായി. ഒരുത്തൻ കല്യാണം കഴിച്ച് കുറെ കഴിഞ്ഞപ്പോ അവൻ ഈ ഉറക്കത്തി ഭാര്യയുടെ അടുത്ത് കൈ എടുത്തിടും. അതൊരു ശല്യമായപ്പോ ഭാര്യ കൈ വെട്ടിക്കളഞ്ഞു. അയ്യോ. ഇതേപോലെ മറ്റൊരു കൂട്ടുകാരൻ ഉറക്കത്തി കാലെടുത്തിടും. അതൊരു ശല്യമായപ്പോ ഭാര്യ കാല് വെട്ടിക്കളഞ്ഞു. അപ്പൊ പിന്നെ ഞാൻ എങ്ങനെയാണ് ഡോക്ടർ കല്യാണം കഴിക്കുക? അല്ല, ഈ പറഞ്ഞതൊക്കെ തന്റെ കൂട്ടുകാരല്ലേ? അതെ. അപ്പൊ തനിക്കെന്താ പ്രശ്നം? എനിക്കും ചെറിയൊരു കുഴപ്പമുണ്ട്. ഞാൻ ഉറക്കത്തിൽ കിടന്ന് രാത്രി മൂത്രം ഒഴിക്കും. അപ്പൊ പിന്നെ അത് കംപ്ലീറ്റ് മാറിയിട്ട് മതി. ഇതാ ഞാൻ പറഞ്ഞത്. ഈ ജന്മത്തൊന്നും കെട്ടരുത്, കുറെ കണ്ടു കിട്ടിയാൽ മതി കേട്ടോ. അതിൽ മൊത്തം ലൈഫ് തന്നെ പോകും. അപ്പൊ ഞാനൊരു പെൻസിലിന് എഴുതി തരാം. അതെന്താ ഡോക്ടറെ പേന തെളിയില്ലേ? പേന തെളിയും, പെൻസിലിന് മെഡിസിൻ ഞാൻ തരാം. അതെന്തിനാ? തന്റെ ശരീരത്തിൽ ഇരുമ്പിന്റെ അംശം വളരെ കുറവാണ്. അപ്പൊ ഇത് കഴിച്ചാൽ ഇരുമ്പിന്റെ അംശം കൂടും. അയ്യോ, അത് വേണ്ട. ഇരുമ്പിന്റെ അംശം കൂടിയ തുരുമ്പ് പിടിക്കില്ലേ? ഡോക്ടർ ഒന്നും അറിയാത്ത പോലെ ഒരു കാര്യം മനസ്സിലാക്കുക. പിന്നെ ഈ തരുന്ന മരുന്നുകളൊക്കെ വളരെ വില കൂടിയതാണ്. എനിക്ക് എന്റെ ഫീസ് വളരെ കൂടുതലാണ്. ഡോക്ടർക്ക് ഇതുവരെ എന്നെ മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഡോക്ടർ മെഡിക്കൽ കോളേജ് എന്ന് കേട്ടിട്ടുണ്ടോ? ആ മെഡിക്കൽ കോളേജിലെ സീനിയർ ഡോക്ടർ തങ്കപ്പനായി നിൽക്കുന്നത്. ഈ പ്രദേശത്തൊരേ ഒരു തങ്കപ്പൻ ഞാനാ. ഓ, നീ തങ്കപ്പനല്ലടാ, പൊന്നപ്പൻ. പിന്നെ ഡോക്ടർക്ക് എന്റെ കഥ വല്ലോ അറിയാവോ? തലേന്ന് രക്തം പോയ എന്റെ അച്ഛൻ മരിച്ചത് കഴിഞ്ഞ ദിവസം. അതല്ല, ഈ തലേന്ന് രക്തം പോയ അച്ഛൻ മരിച്ചത്. ഈ തലേന്ന് രക്തം പോയാൽ എങ്ങനെ അച്ഛൻ മരിക്കണം? ഓ എടാ തെണ്ടി, ഈ തലേന്നല്ല, അച്ഛന്റെ തലേന്ന് രക്തം പോയ അച്ഛൻ മരിച്ചതെന്ന്. എന്തായിരുന്നു അച്ഛൻ അസുഖം? അസുഖമൊന്നുമില്ലായിരുന്നു. അമ്മ ചെലവ് കൊണ്ട് അച്ഛന്റെ തലക്കടിച്ചു. അങ്ങനെ തലേന്ന് രക്തം പോയാ മരിച്ചത്. അതോടെ വീട് എന്റെ തലയിലായി. അതെങ്ങനെ? അന്നത്തെ ഒരു കാറ്റും മഴയത്തും വീട് പൊളിഞ്ഞു വീടത് എന്റെ തലയിലേക്കാ. അങ്ങനെ തലയിലായെന്നാ പറഞ്ഞു. എവിടെ തന്റെ വീട്? മംഗലശ്ശേരിക്കാട് തറവാടെന്ന് പറഞ്ഞ എല്ലാരും അറിയും. 10 ഏക്കർ സ്ഥലവും അതിനൊക്കെ ആളും തറവാടും ഒക്കെ ഉള്ള വീടാ. പിന്നെ കുതിര കഴുത എന്ന് വേണ്ട, 1 ഏക്കർ സ്ഥലം, അത് നിറച്ചും വീട്. പിന്നെ അവിടെ ലക്ഷം വീട് കോളനിയാണ്. അങ്ങനെയും പറയാം. ഈ കഴുതകൾക്കും മനുഷ്യനും എല്ലാം കൂടെ ഒരു പ്ലേറ്റിൽ ആഹാരം കൊടുക്കുന്നത്. അത് ഏകദേശം തന്നെ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി. ഈ പറഞ്ഞ തറവാടിത്തം. അച്ഛന്റെ പേരെന്താ? തന്റെ അച്ഛന്റെ പേരെന്താന്ന് തനിക്കറിയാൻ പാടില്ലെങ്കിൽ താൻ എന്നോട് ചോദിക്ക് തന്റെ അച്ഛന്റെ പേരെന്താന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു തരാം നമ്മുടെ അച്ഛനാരാന്ന്. നമ്മുടെ അച്ഛനല്ല, തന്റെ അച്ഛന്റെ പേര് കൊളപ്പള്ളി അപ്പൻ. ചാത്തനും മാടനും മറുതിയും ഒക്കെയുള്ള തറവാടാ. നിന്റെ ഈ കണ്ണുകളിൽ എന്തോ ഒരു തീഷ്ണത ഞാൻ അനുഭവിക്കുന്നു. അവന്മാരിവിടെ വരും, എന്റെ ചാത്തന്മാർ. എന്തിന്? ഇത്രയും നാൾ ഞാൻ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളപടിയും ചീട്ടുകളെയും നിർത്താൻ അവരനുവദിക്കില്ല. അവരെന്നെ അങ്ങ് കൊണ്ടുപോകും. ഏതുവരെ പഠിച്ചു? ഈ പച്ചം പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല. മരം വെട്ടുകാരനായിരുന്നു എന്റെ അപ്പൻ. കൺമുമ്പിൽ വെച്ച് എന്റെ അമ്മച്ചിയെ കയറി പിടിച്ച റേഞ്ചർ സാഹിബിനെ ഒറ്റ വെട്ടിന് 2 തുണ്ടാക്കിയിട്ട് എന്റെ അപ്പൻ സീരിയലിൽ അഭിനയിക്കാൻ പോകുമ്പോ എനിക്കന്ന് 9 വയസ്സ്. ആ സീരിയൽ പൂർത്തിയാക്കി എന്റെ അപ്പൻ മടങ്ങി വരുമ്പോ എന്റെ 59ാമത്തെ പിറന്നാളാ. അന്ന് കൊന്നതാ അതിന്റെ ഡയറക്ടറെ. അതോടെ തീർന്നു എന്റെ വിദ്യാഭ്യാസം. പിന്നെ റെഫറൻസ് അതറിയണമെങ്കിൽ ഇംഗ്ലീഷ് ഡിക്ഷണറി നോക്കണം. അപ്പൊ ആകെ പ്രശ്നങ്ങളാണ്. ഇപ്പൊ എന്താണ് വീട്ടിലെ അവസ്ഥ? സത്യത്തിൽ ഇല്ലത്തിന്റെ കാര്യം വളരെ കഷ്ടത്തിലാണ്. പട്ടിണി എന്ന് പറഞ്ഞാൽ മുഴുപട്ടിണി. ആകെയുണ്ടായിരുന്ന വീടും പറമ്പും ജപ്തി ചെയ്തുകൊണ്ട് പോയി. അച്ഛനും അമ്മയും ഒക്കെ അനാഥരായി. അപ്പൊ താനോ? ഞാൻ നേരത്തെ അനാഥനാണല്ലോ. ഒരു പെൺകുട്ടിയെ പ്രേമിച്ചിരുന്നു. ഒടുവിൽ വേണ്ടാന്ന് വെച്ചു. താൻ വേണ്ടാന്ന് വെച്ചോ? അവൾ എന്നെ വേണ്ടാന്ന് വെച്ചു. അപ്പൊ ചതിച്ചതാണല്ലേ? ചതിയൻ ചന്തുവിന്റെ കൊടുംചതികളെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാൻ പറ്റും? ജീവിതത്തിൽ ചന്തുവിനെ ചതിച്ചിട്ടുണ്ട് പലരും പലവട്ടം. ആദ്യമായി ലവ് ലെറ്റർ കൊടുത്തപ്പോൾ അതിൽ മുഴുവൻ അക്ഷരത്തെറ്റാണെന്ന് പറഞ്ഞ് പ്രേമിച്ച പെണ്ണെന്നെ ചതിച്ചു.
ലവ് ലെറ്റർ മടക്കി കൊടുക്കാൻ ചെന്നപ്പോൾ ആ വീട്ടിലെ പട്ടി ടൈഗർ എന്നെ ഓടിച്ചിട്ട് ചതിച്ചു. ഓടിച്ചിട്ട് ചതിച്ചോ? അല്ല, കടിച്ചു. എന്നിട്ട് ആ പട്ടി എവിടെ? ഹലോ മിസ്റ്റർ ബാബു, നിന്റെ ഈ ചോദ്യം ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. ആ പട്ടിയെ അന്ന് തന്നെ എന്റെ മുതല കുഞ്ഞുങ്ങൾ ഒരു പാഠം പിടിപ്പിച്ചു കഴിഞ്ഞു. അവന്റെ കയ്യിലുള്ള രത്നവാളികൾ ഇന്നത്തെ കപ്പലിൽ സിംഗപ്പൂരിലേക്ക് പോവുകയാണ്. അവൻ എന്നോട് സഹകരിച്ചിരുന്നുവെങ്കിൽ ഒരിക്കലും അവന് ഈ ഗതി വരില്ലായിരുന്നു. ഇവന് കൈവിട്ടു പോയിരിക്കുന്നു. ഇവനെ നേരാക്കാൻ എനിക്ക് കഴിയില്ല. എനിക്ക് കുറച്ച് താരങ്ങളെ മാത്രമേ അറിയുള്ളൂ. കാരണം ഇനി സത്യനൊക്കെ കഴിഞ്ഞു പോയാൽ എനിക്ക് ഒരാളെ പിടുത്തം കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തനിക്ക് ഇപ്പൊ മെഡിസിനും ഇതൊന്നും ഇഞ്ചക്ഷൻ ഇതാവില്ല. അതുകൊണ്ട് നല്ല സ്ട്രോങ് ആയിട്ടൊരു ഇഞ്ചക്ഷൻ തന്നെ അങ്ങോട്ട് തരാം. സിസ്റ്റർ, 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 വരൂ 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 വരൂ. പെട്ടെന്ന് വരൂ, ഞമ്മക്ക് കാണാൻ കൊതിയായി. ആ, ഒരു കാര്യം ചെയ്യാം. സൗദാമിനി, സൗദാമിനി, ഞാൻ സൗദാമിനി അല്ല. അമ്മാവാ, ഇവളെന്റെ പെങ്ങൾ സൗദാമിനിയാണ്. സൗദാമിനി, നിന്റെ രാജേട്ടനാണ് ഞാൻ. പണ്ട് നാട് വിട്ടുപോയ നിന്റെ രാജേട്ടൻ. നിന്നെ കൂട്ടിക്കൊണ്ടു പോകാനാണ് ഞാൻ വന്നിരിക്കുന്നു സൗദാമിനി. നമ്മൾ അമ്മയുടെ അടുത്തേക്ക് നമുക്ക് പോകാം സൗദാമിനി. വരൂ. അമ്മ ഇപ്പൊ എവിടെ ഉണ്ട്? അമ്മ നേരത്തെ മരിച്ചുപോയി ഡോക്ടർ. വരൂ സൗദാമിനി. താൻ ഉദ്ദേശിച്ച സൗദാമിനി എന്നത് ഇവിടുത്തെ സിസ്റ്റർ വിലാസിനിയാണ്. വിലാസിനിയോ? നീ എന്ന് വളർന്നുപോയല്ലോടി. നിന്റെ അമ്മയെ ഞാൻ അറിയും. വിലാസിനി, ഞാനൊരു വികാര ജീവിയാണ്. നീ എന്നോട് സഹകരിച്ചാൽ ഈ കോമക്കുറിപ്പ് നിനക്ക് എന്തും സാധിച്ചു തരും. എതിർക്കാനാണ് ശ്രമമെങ്കിൽ ബലാത്സംഗം ചെയ്ത് നശിപ്പിച്ചു കളയുക. ആ കാണുന്നതാണ് പുത്തൂരം തറവാട്. വരൂ, നമുക്ക് അങ്ങോട്ട് പോകാം. വാടി ഇവിടെ. വാടി. ഈ അസുഖം എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോ തോന്നുന്നത് ഇത് ഗ്ലോറിയ ഫെർണാണ്ടസ് ഫ്രം USA എന്ന് പറഞ്ഞ അസുഖമാണ്. ഇത് നമുക്ക് മാറ്റിയെടുക്കാവുന്നുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. വാട്ട് നോൺസെൻസ് ആർ യു ടോക്കിംഗ് മിസ്റ്റർ ഡോക്ടർ? താൻ എന്ത് വിഡ്ഢിത്തരമൊക്കെയാണോ ഈ വിളിച്ചു പുലമ്പുന്നത്? ഞങ്ങൾ ഡോക്ടർമാരുടെ ഭാഷയിൽ ഈ അസുഖത്തിന് നെല്ലിയാമ്പതിയിൽ ഒപ്റ്റോണിക്ക വേവ്സ് എന്നാണ് പറയുന്നത്. ലക്ഷത്തിൽ 1-2 പേർക്ക് വരാവുന്ന ഒരു അസുഖം. ഈ അസുഖത്തിന് ജപ്പാനിൽ മാത്രമേ മരുന്നുള്ളൂ. 42 മണിക്കൂറിനുള്ളിൽ ഒരിക്കലും ഈ മരുന്ന് ഇവിടെ കൊണ്ടുവരാൻ കഴിയില്ല. അങ്ങനെ കൊണ്ടുവന്നാൽ അതാ രോഗിയുടെ വിധി. ഇത്ര എനിക്ക് പറയാനുള്ളൂ. നമുക്കൊരു കാര്യം ചെയ്യാം. ഈ സംഭവം കൈവിട്ടു പോയിരിക്കുകയാണ്. അപ്പൊ ഇത് ഇഞ്ചക്ഷൻ കൊണ്ട് നിൽക്കില്ല. ഷോക്ക് തന്നെ കൂടെ കപ്പിടിച്ചോ. അവന് കിട്ടേണ്ടത് കിട്ടിയ മാറി മാറി പറയണ്ട. എന്റെ അമ്മ വരുന്നു വേറെ സാധനം. ഇതെല്ലാം എന്നെ ഉൾപ്പലാക്ഷനെ അടിച്ചിട്ട്. ഡോക്ടർ, എനിക്ക് എന്താ ഡോക്ടർ? എനിക്കൊന്നും അറിയാൻ പറ്റില്ല. ആരാ? ഏതോ ഒരു അന്യൻ. ഡോക്ടർ, എനിക്ക് എന്താ പറ്റില്ല. இந்த இடத்துல யாரும் தப்பு பண்ணக்கூடாது. இந்த அந்நியன் விடமாட்டேன். இவள் சாக வேண்டியவள். இவளை கொல்லணும். അയ്യോ, എന്നെ കൊലയ്ക്ക് കൊടുക്കാനാണല്ലേ ഇവിടെ ജോലിയിൽ ചേർത്തത്. ഒരു നിമിഷം പോലും ഞാൻ ഇവിടെ നിൽക്കില്ല. അല്ല, ഞാൻ പറയട്ടെ. ഇല്ല, ഞാൻ ഒരു നിമിഷം പോലും നിൽക്കില്ല. എനിക്ക് വയ്യ. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഇവന് ഇങ്ങനെ ഒരു പിശാചാണെന്ന് എനിക്കറിയോ. വേണ്ട, ഞാൻ ഇതിൽ കൂടുതൽ പ്രതീക്ഷിക്കുന്നു. ഞാൻ പോവാ. വിലാസിനെ, പോകും. വിലാസിന് ഒരു കാര്യം മനസ്സിലാക്കാം. കാരണം ഇവിടെ 2 സിസ്റ്റർമാരേ ഉള്ളൂ. നിങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ ഇത് കുടുംബം തറവാടാകും. ഇല്ല, ഞാൻ പോകും. ഇങ്ങനെയുള്ള രോഗികൾ പലവരും വരും. നമ്മൾ അത് ട്രീറ്റ് ചെയ്ത് മാറ്റണം. ഞാൻ പോകും. വിലാസിന് പോകരുത്. ഇല്ല, ഞാൻ പോകും. പോകരുത്. അതെന്താ ഞാൻ പോയാല്? அப்போ நீ என்னை இங்கே இருந்து எங்கும் போக விட மாட்டேன். அயோக்கிய நாயே, இன்னைக்கு துர்காஷ்டமி. உன்னை நான் கொன்னு உன் ரத்தத்தை குடிச்சேன்.